ഹായ് ഒരുവാൺ വെൽക്കം ബാക്ക് ടു അൻസാർ നോട്ട് എ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് AI ലോകത്ത് ഒരു ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ടക്ഷരങ്ങളായിരിക്കാം AI എന്നുള്ളത്. നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്തായാലും നമ്മൾ എവിടെ പരസ്യങ്ങൾ കാണുകയാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപക്ഷെ നമ്മൾ എന്നുള്ള ടേമുകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളിലേക്ക് AI കുറിച്ചുള്ള അറിവുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആസ് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നിങ്ങൾ AI അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മാറിക്കൊണ്ടിരിക്കുന്ന AI ലോകത്ത് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും എന്ത് ചെയ്യാം, നമുക്ക് നോക്കി വെക്കാം. ഒരു ടീച്ചറുടെ കടമ എന്നുള്ളത് ഒരു പക്ഷേ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട്, നോളജ് മാത്രം ഷെയർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ലെസൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ പല രീതിയിലായിരിക്കാം ഒരു പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടാവുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. നമുക്കറിയാം, ഒരു ക്ലാസ് റൂമിലേക്ക് വരുന്ന ടൈമിൽ 3 ടൈപ്പ് കുട്ടികളുണ്ട് എന്നാണ് ഒരു പക്ഷേ നമ്മൾ പറയാറുള്ളത്. അതിലൊന്ന് ഭയങ്കരമായിട്ട് പഠിക്കുന്ന ലെവലിലുള്ള കുട്ടികളായിരിക്കാം, അടുത്തതൊരു മീഡിയം ലെവലിൽ പോകുന്ന കുട്ടികളായിരിക്കാം, ഒന്ന് ഒരു ലോവർ ലെവലിലുള്ള കുട്ടികളായിരിക്കാം. പക്ഷേ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പം ഇവരെല്ലാവരെയും കൂടി കണക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. ആ സമയത്ത് തന്നെ എല്ലാവരെയും കണക്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ട രൂപത്തിൽ ഒരു പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറെ സംബന്ധിച്ചോളം പറ്റുന്നുണ്ടാവില്ല. ഇതായിരിക്കാം ഇന്നത്തെ റിയാലിറ്റി എന്നുള്ളത്. അല്ല, സ്റ്റഡീസുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62% ആണ് ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുള്ളത് എന്നുള്ളതാണ്, ഇതേപോലെ പഠിപ്പിക്കുന്ന സമയത്ത് എന്നുള്ളത്. പക്ഷേ AI വരുന്നതോട് കൂടിയിട്ട് ഇവിടെ പോസിബിൾ ആണെന്നുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഓരോ കുട്ടിക്ക് എന്താണോ ആവശ്യം, ഇപ്പം ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് എന്ത് ചെയ്യാം, AIക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ കുട്ടിക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള സാധനങ്ങളായിരിക്കാൻ വേണ്ടി വരിക. ഇവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒന്നുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങളായിരിക്കും ഒരു പക്ഷേ നീണ്ടുള്ളത്. ഇവനെയും ഇവിടുന്ന് ഇവിടേക്ക് എത്തിക്കാനുള്ളതായിരിക്കാം. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് എന്താണോ നീടുള്ളത് അതിനനുസരിച്ച് AIനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ടീച്ചറെ സംബന്ധിച്ചോളം പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ ഒരുപാട് സിസ്റ്റംസ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ChatGPT, ജെമിനി, നോട്ട്ബുക്കെല്ലാം പോലുള്ള ടൂളുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രോംപ്റ്റിംഗ് എന്നുള്ളത്. ഒരു AI അറിയുന്ന ടീച്ചറും AI അറിയാത്ത ടീച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. ഇപ്പം ഇവിടെ AI അറിയുന്ന ഒരു ടീച്ചറുണ്ട്, ഇവിടെ AIനെ കുറിച്ച് യാതൊരുവിധ നോളജും ഇല്ലാത്തൊരു ടീച്ചറുണ്ട് വിചാരിക്കാം. ഇവിടെ നമ്മളൊരു വർക്ക് കൊടുക്കുന്ന സമയത്ത് AI അറിയുന്ന ടീച്ചർ പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ AI അറിയാത്തൊരു ടീച്ചറാണെങ്കിൽ എന്ത് ചെയ്യും, മാനുവലായിട്ട് കുറേ ടൈം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നുണ്ടാവാം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ഒരു ടീച്ചറിനെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നുണ്ടാവുക ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തെടുക്കുന്ന ആളാണെന്ത്, ഇന്ന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സായിട്ട് മാറുന്നുള്ളത്. അപ്പോൾ നമുക്ക് സാലറീസ് കുറവായിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ലൈഫിൽ നിങ്ങളെ കിട്ടുന്ന ഇപ്പോൾ ഒരു 15K ആണ് നിങ്ങൾക്ക് സാലറി എന്ന് വിചാരിക്കാം. ലെറ്റ്സ് സി, അതിലൊരു 2000 രൂപ നിങ്ങൾ ChatGPTയോ എന്തെങ്കിലും ഒരു AI ടൂൾസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ സാലറിയിൽ ഒരു ഹൈക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. വെറുതെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് മാത്രമല്ല എന്ത് ഒരു ടീച്ചിങ് എന്നുള്ളത്, അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് നീഡഡ് ആയിട്ടുള്ള എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നമുക്ക് പറ്റണം എന്നുള്ളതാണ്. നിങ്ങളൊരു പക്ഷേ നല്ല അടിപൊളി ടീച്ചറായിരിക്കാം, പക്ഷേ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്കനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഔട്ട്ഡേറ്റഡ് ആവാനുള്ള സാധ്യതകൾ എന്തുണ്ട്, നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആവാത്ത ടീച്ചേഴ്സായിട്ട് മാറുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ നമ്മളൊക്കെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ടാവും, AI എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പക്ഷേ പറയാറുണ്ടാവും. ഇത് സത്യമായിട്ടും ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അവർ കുട്ടികൾ AI യൂസ് ചെയ്യണം. അതിന് പ്രോപ്പർലി യൂസ് ചെയ്യാനുള്ള ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും AIനെ കുറിച്ച് അറിയുന്ന ടീച്ചേഴ്സാണോ, അല്ലെങ്കിൽ മറ്റൊരു ടീച്ചർ വരുന്ന സമയത്ത് നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവാൻ സാധ്യതകളുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ മാറുന്ന കാലത്തിനനുസരിച്ച് ഏറ്റവും ഫാസ്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ ആം എ പ്രൗഡ്
ടീച്ചർ എന്നുള്ള അല്ലെങ്കിൽ AI പ്രൗഡ് ടീച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കണം എന്നാണ് എനിക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞാൻ ഇനിയും പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ പറയാം. അതിനനുസരിച്ച് നമ്മൾ അടുത്ത കോണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇറ്റ്സ് മീ അൻസാർ, ഫൗണ്ടർ ആൻഡ് CEO നോട്ട് AI. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന്.